ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. ഇന്ന് നമ്മൾ ടോപ്പ് 10 കറണ്ട് അഫയേഴ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സീരീസ് ആണ് ടോപ്പ് 10 കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. 2024 ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തി ഞങ്ങൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു സീരീസ് ആണിത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കരയാണ്. അപ്പം നമുക്കതൊന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടി കൊട്ടാരത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരരുള്ളത്, അങ്ങനെ വല്ലതും ഒന്ന് ഓർക്കുവാണെങ്കിൽ സാക്ഷരത ഏറ്റവും കൂടുതലുള്ളത് കൊട്ടാരത്തിലാണ്. അപ്പം ചെറുതായിട്ടൊന്ന് ലിങ്ക് ചെയ്യുവാണെങ്കിൽ ആ കൊട്ടാരക്കരയും സാക്ഷരതയും നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊസസ്സറിന് നൽകിയിരിക്കുന്ന പേര്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊസസ്സറിന് നൽകിയിരിക്കുന്ന പേര് കൈരളി. അപ്പൊ കേരള കൈരളി, കേരളവും കൈരളി ഏകദേശം ഒരേ വേർഡ്സ് ആണല്ലോ. അപ്പൊ കേരളം കൈരളി എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഡിജിറ്റൽ സർവകലാശാല കൈരളി എന്നുള്ളത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ: ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള കേരള സർക്കാരിന്റെ ക്യാമ്പയിൻ. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള കേരള സർക്കാരിന്റെ ക്യാമ്പയിനാണ് തന്മുദ്ര. അടുത്ത ക്വസ്റ്റ്യൻ: 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാമേഖലയിൽ പ്രസിദ്ധയാണ്? 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാമേഖലയിൽ പ്രസിദ്ധയാണ്? കഥകളിയാണ്. അപ്പൊ കൊട്ടാരം, ഇവിടുന്ന് നമുക്ക് കൊട്ടാരം വെച്ചൊന്ന് ലിങ്ക് ചെയ്യാം. കൊട്ടാരത്തിലാണ് കഥകളി നടക്കുന്നതെന്ന് ഓർക്കുക. അപ്പൊ കൊട്ടാരക്കര ഭദ്ര കഥകളി. അടുത്ത ക്വസ്റ്റ്യൻ: കൊല്ലത്ത് വെച്ച് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത്. കൊല്ലത്ത് വെച്ച് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കണ്ണൂര്. അപ്പൊ കണ്ണു കൊള്ളാന്ന് ഒരു ചെറിയൊരു കോഡ് പോലെ ഓർത്താ കണ്ണൂര് കൊല്ലം കിട്ടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ: 2024 രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സംഘടിപ്പിച്ച പരിപാടി. 2024 രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേവാക്കാണ്. നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എടുക്കാം. കായികക്ഷമത, അപ്പൊ കായികക്ഷമതയൊക്കെ ഉണ്ടാവണമെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യണ്ടേ, അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ കേവാക്ക്, കായികക്ഷമത കേവാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ: 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള ടാബ്ലോ പുരസ്കാരം നേടിയ സംസ്ഥാനം. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഒഡീഷയാണ്. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാന് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാന് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പാർവതി ബറുവയാണ് ആൻസർ. അപ്പൊ ഈ പാർവതി ബറുവ എന്നുള്ളത് നമുക്ക് ആ പാപ്പാനുമായിട്ടൊന്ന് ഓർക്കാം. രണ്ടും പാപ്പ വെച്ചാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ചെറുതായിട്ടൊന്ന് ലിങ്ക് ചെയ്ത ഓപ്ഷൻ കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ്. പാപ്പാന് പാർവതി ബറുവ. നമുക്കൊന്നും കൂടെ ഈ 10 ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കര. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊസസ്സറിന് നൽകിയിരിക്കുന്ന പേര് കൈരളി. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള കേരള സർക്കാരിന്റെ ക്യാമ്പയിൻ തന്മുദ്ര. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡ്. 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാമേഖലയിൽ പ്രസിദ്ധയാണ്? കഥകളി. കൊല്ലത്ത് വെച്ച് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കണ്ണൂര്. 2024 രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേവാക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ വിൻഡ് പാർക്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്.
2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാന് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പാർവതി ബറുവ. ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ്? 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ്? ഉത്തരം അറിയാവുന്നവർക്കെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയി കിടപ്പുണ്ട്. ഇതുപോലെ ഡെയിലി ഞങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 10 കറണ്ട് അഫയേഴ്സ് മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഒട്ടും തന്നെ പാടില്ല. അതുപോലെ ഈ 10 കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾ 100% ഉറപ്പ് പറയുന്നൊരു കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഈ 10 ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ടും കിട്ടുന്നതാണ്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും മാത്രമാണ് ഞങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഈ ഒരു സീരീസിൽ ഇടുന്നത്. ടോപ്പ് 10 കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സീരീസ് ആണിത്. നമ്മുടെ ഒരു പുതിയ ചാനലാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഡെയിലി എത്തുന്നതായിരിക്കും. താങ്ക്